ഇവിടെ ഒരു ബോർഡുണ്ട്, ആലപ്പുഴ നേരെ കാട്ടൂർ ബീച്ച് സ്ട്രെയിറ്റ് കാട്ടൂർന്ന് എഴുതിയാണ് തുമ്പോളി നേരെ. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞു. ആലപ്പുഴ തന്നെയാണ് ഇപ്പോഴും നമ്മൾ, ആലപ്പുഴ ജില്ല. 12 മണി അല്ലേ? ഇനിയിപ്പോൾ ഒരു 4-5 മണിക്കൂർ, 5-6 മണിക്കൂർ പരമാവധി റൈഡ്. 6 മണിക്കൂർ കഴിയും. ഇവിടുന്ന് കലവൂരിലേക്ക് ലെഫ്റ്റാണ് കേട്ടോ. ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ കലവൂരെത്തും. കലവൂർ. അപ്പോൾ ഇത് 2ാമത്തെ ബാറ്ററിയാണ് പറഞ്ഞില്ല. എല്ലാം നേരെ തന്നെയാണ്, സ്ട്രൈറ്റ് തന്നെയാണ്. ഈ ഒരു സാധനം നമുക്ക് കഴിക്കാൻ പാടില്ല. ബീച്ച് സൈഡ് തന്നെയാണിത്. ബീച്ച് റോഡാണ്. ബീച്ച് റോഡല്ല, ബീച്ചിൻ്റെ ജസ്റ്റ് ഒരു 1/2 കിലോമീറ്റർ അങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ബീച്ചിലെത്തും. ആ രീതിയിലുള്ള തീരദേശ റോഡ് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല റോഡായിരുന്നു, പക്ഷെ പല ഭാഗത്ത് കുത്തിപ്പൊളിച്ചൊക്കെ ഇട്ടേക്കുന്നു. പക്ഷേ 12 മണിയാണ് കേട്ടോ ടൈം. അപ്പോൾ ആളുകൾ ഇന്ന് ക്രിസ്മസ് വിഭവങ്ങളൊക്കെ ഒരുക്കി ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. നമ്മൾ പതിയെ ഇങ്ങനെ പോവുക എന്നുള്ളതാണ്. വീട്ടിലിരുന്നാൽ ശരിയാവില്ല. കഴിഞ്ഞ ക്രിസ്മസിന് അവനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ അങ്ങോട്ട് സഞ്ചരിച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു തോട്. അധികം വേസ്റ്റ് ഇല്ല, എന്നാൽ വേസ്റ്റ് ഉണ്ട് താനും. പായലൊക്കെ പിടിച്ച് നല്ല കാണാനൊരു പ്രത്യേക രീതിയിൽ നിൽക്കുക. അസോള എന്തോ പിടിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ വേസ്റ്റ് ഇല്ലായിരുന്നു, നല്ല വൃത്തിയായിട്ട് കിടക്കേണ്ട ഒരു കനാലാണിത്. ഇതിൽ വേണമെങ്കിൽ ബോട്ട് സർവീസൊക്കെ നടത്താം, അല്ലെങ്കിൽ വഞ്ചി സർവീസ് നടത്താം. ഇവിടെയുള്ള ആളുകൾക്ക് ടൂറിസം മേഖലയിൽ നിന്ന് വരുമാനമൊക്കെ കിട്ടും. ചെയ്യില്ല. ഏറ്റവും എളുപ്പം കയ്യിലുള്ള വേസ്റ്റ് കൊണ്ടുവന്ന് അതിനകത്ത് തള്ളുക. അപ്പോൾ അതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് അവിടെ ഒരു വീടുമുണ്ട്. കണ്ടോ, ഒരു പഴയ കാല വീട് കേട്ടോ. കാണാൻ പറ്റില്ല. കണ്ടോ, വീട്ടിൽ പുൽക്കൂട് വെച്ചിട്ടുണ്ട്. ഒരു പഴയ കാലത്ത് ഓടിട്ട് നല്ല രസമുള്ളൊരു വീട്. തറവാടാണ്, കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ നമുക്കിനി പോകാനുള്ളത് മുന്നോട്ടാണ്. ഓക്കെ, ഇപ്പോൾ സമയം ഒരു 12 മണിയായിട്ടുണ്ട്. നല്ല തിളയ്ക്കണ വെയിലാണ് കേട്ടോ. പഴയകാല സാൻഡയുടെ ഒരു മോശമായ പഴയ കാലത്തൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നില്ല, പേപ്പർ ഒട്ടിച്ചൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആ ഒരു ശൈലിയിലുള്ളൊരു പപ്പ അല്ലേ. ഇതൊരു പള്ളിയിലാണ് കേട്ടോ, ഒരു പള്ളിയുണ്ട്. പള്ളിയിലുള്ള സാൻഡയാണ്. കുറേ പൊതികളും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ ജസ്റ്റ് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോഴേ ജസ്റ്റ് ഒന്ന് എടുക്കാം. ഇപ്പോൾ ക്രിസ്മസ് സീസണും കൂടിയാണല്ലോ. ഇത് ആലപ്പുഴയാണ്. ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 12:30 കഴിഞ്ഞിട്ടുണ്ടാവാം. നമ്മൾ വെളുപ്പിന് 4:30
റെഡിയായി 5 മണിയൊക്കെ പിടിച്ച് 5-5:30 പിടിച്ച് പുള്ളി ആണ് 5:30 ഇറങ്ങിയതാണ്ടോ വെളുപ്പിന്. വെളുപ്പിനെന്ന് പറയാൻ പറ്റില്ല, പുലർച്ചെ. അപ്പോൾ പാതിരപ്പള്ളി NH-66 ലെഫ്റ്റ്, പാതിരപ്പള്ളി ആലപ്പുഴ നേരെയാണ്. ഇപ്പോൾ ആലപ്പുഴ എന്ന് പറയാനായിട്ട് ആലപ്പുഴ ജില്ലയുടെ ഭാഗമാണ്. സ്ഥലപ്പേര് നോക്കിയിട്ട് പാതിരപ്പള്ളി ലെഫ്റ്റാണ്. സ്ഥലം എന്നൊരു പിടിക്കുന്നില്ല. ആലപ്പുഴ എന്ന് എഴുതിയിട്ടുണ്ട്. ആലപ്പുഴയിൽ ഏതാ സ്ഥലം എന്നൊരു പിടിയില്ല. അവിടെ ഒരു വീടൊക്കെ നാമാവിശേഷം ചെയ്യണ്ട. വീടല്ലോ, വീടാണോ? എന്തെങ്കിലാവട്ടെ. ഇപ്പോൾ 12:30 കഴിഞ്ഞു. നമ്മൾ ഇപ്പോഴും റൈഡ് തുടർന്നുകൊണ്ടേ ഇരിക്കണ്ട. ഒരുപാട് പേര് ഷോപ്പൊക്കെ തുറന്നിട്ടുണ്ട്, ജോലി ചെയ്യുന്നുണ്ട് അല്ലേ? അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇത് ചെട്ടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ചെട്ടിക്കാട് അല്ലേ? ചെട്ടിക്കാട് കേട്ടോ. ആലപ്പുഴ ഭാഗത്ത്, ആലപ്പുഴയ്ക്ക് ആലപ്പുഴ തന്നെയാണ് ചെട്ടിക്കാട്. പലരും പൂങ്കാവ് പള്ളി ലെഫ്റ്റ്, പൂങ്കാവ് പള്ളി എന്ന് പറഞ്ഞ സ്ഥലപ്പേരായിരിക്കും അല്ലേ? അവിടെ ലെഫ്റ്റിലേക്ക് പോകണം. ലെഫ്റ്റിലേക്ക് പോയാൽ പൂങ്കാവ് പള്ളിയിലേക്കല്ല. പലരും നമ്മളെ പ്രത്യേക രീതിയിൽ നോക്കണം. കാരണം നമ്മൾ വിദേശിയാണെന്നാണ് ധരിച്ചു. ഞാനും അവനും കൂടി പോകുമ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവും ആളുകളുടെ ഒരു രീതികൾ. കാരണം നമ്മളെന്ത് വിദേശിയാണെന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. നമ്മൾ സംസാരിക്കുമ്പോഴാണ് മലയാളിയാണെന്ന് മനസ്സിലാവുള്ളൂ. ഒരു പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് പ്രത്യേക ടൈപ്പ് ഒന്നല്ല. പ്രത്യേകത എന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടായിരിക്കില്ല. ഞങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നത് വിദേശ ചാനലുകൾ, അതായത് ഇംഗ്ലീഷ് ചാനലുകളാണ് കൂടുതൽ കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ. ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ ട്രാവൽ ആൻഡ് ലിവിങ് ആയിരുന്നു, ഡിസ്കവറിയുടെ. ഞങ്ങൾ ഫുള്ളായിട്ട് അത് തന്നെ കാണുള്ളൂ. അതിനകത്ത് ഒരുപാട് അവതാരകരൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇയാൻ റൈറ്റ്, സമന്ത ബ്രൗൺ, അങ്ങനെ കുറേ പേര്, വേറൊരു അങ്ങനെ ഒരുപാട് പേര്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളത് ആ ഒരു ശൈലിയിൽ നിന്ന് നമ്മളത് വർഷങ്ങളായിട്ട് കണ്ട് അങ്ങനെ ഒരു ശൈലിയിലേക്ക് പോയി. അതുകൊണ്ടാവാം പലരും നമ്മളെ വിദേശിയായിട്ട് തെറ്റിയിരിക്കുന്നത്. നമ്മുടെ ഭാവാഹി അതൊക്കെ അങ്ങനെ ഇരിക്കാം. അപ്പോൾ ഇതോലൊക്കെയായിട്ട് ഹിന്ദിക്കാരൻ വരുന്നുണ്ട്. ഒരു തറവാട് എടുക്കാൻ നിന്നാൽ പ്രശ്നമാവും ചിലപ്പോൾ. അവർ നശിപ്പിക്കില്ല. കാരണം അവർ നല്ല വൃത്തിയായിട്ട് കുക്ക് ചെയ്തിട്ട് പെയിൻ്റ് അടിക്കുന്ന സെറ്റപ്പാക്കി വെച്ചാൽ പൊളിയില്ല എന്ന് പറയുന്ന കുറേ വീടുകളുണ്ട്. വേണ്ട വിഷ് ചെയ്തിട്ട് പോയാണ്. നമ്മൾ മലയാളിയാണെന്ന് അറിയുമ്പോൾ അവർ ഞെട്ടിപ്പോവും, എന്നായിപ്പോവും. ഈ പറഞ്ഞ പോലെയാണ് ഞങ്ങൾ കൂടുതലും കണ്ടുകൊണ്ടിരുന്നതും ഇംഗ്ലീഷ് ചാനലുകളാണ്.
പ്രത്യേകിച്ച് ട്രാവൽ ആൻഡ് ലിവിങ്. അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചാനലായിരുന്നു. അതുപോലെ ഇങ്ങനെ ഈ ഒച്ച ഉണ്ടാക്കി പോകുന്നതൊക്കെ എന്ത് സുഖമാണ് അവർക്ക് കിട്ടണമെന്ന് നമുക്ക് മനസ്സിലാവണില്ല ഇതിനകത്ത് അല്ലേ. അത് ഇഷ്ടമാണ്. Why? അല്ല അത് ജസ്റ്റ് കൊണ്ടുവരികയാണ്. ഒരു കാര്യം തമിഴ് വണ്ടിയാണ്. തമിഴന്മാരും ഇപ്പോൾ ഇവിടെ ഈ റൂട്ടിൽ തമിഴന്മാരും കന്നഡക്കാരും കൂടുതലുണ്ട്. ഹോണടിച്ച് ചീറി വരികയാണ്. നമ്മൾ ഒതുങ്ങി ചാടി മാറിക്കൊള്ളണം. എന്ത് കാര്യത്തിൽ എല്ലാവർക്കും സഞ്ചരിക്കാനാണ് റോഡ്. ഞാൻ കയറ്റി കഴിഞ്ഞാൽ നമുക്കുള്ള ഒറ്റ കാര്യമുള്ളൂ, നമ്മളെയും കൊണ്ട് പോവുക, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക, ചികിത്സിക്കുക, മറ്റു കാര്യങ്ങൾ ചെയ്യുക. അല്ല അവന് വിട്ടു പോകാനൊന്നും പറ്റുന്നില്ല. അതുണ്ടാവും മോള് നോക്കി പാടാ മലവാഴ അല്ല അവൻ വേറെ ബാക്കിൽ വണ്ടി തന്നെ ഉണ്ട്. എന്നാലും ചുമ്മാ കയറി വരുന്നു. നമുക്ക് ഓടിക്കാൻ മതി, നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അത് വേറെ വിഷയമാണ്. കാരണം വെച്ചാൽ ഈ വാഹനത്തിലോട്ട് കയറി കഴിഞ്ഞാൽ അതുവരെ നമ്മൾ ബീച്ചിലും പാർക്കിലും ഒരു ഹനവർക്ക് പറയണ്ടേ. അതുവരെ നമ്മൾ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് വെച്ച് ബീച്ചിലും മറ്റേ മാളിനകത്തൊക്കെ കറങ്ങും. വണ്ടിയിലൂടെ അങ്ങ് കയറി കഴിഞ്ഞാൽ പിന്നെ ഫാസ്റ്റാണ്. എന്ന് പിന്നെ ഒരു രക്ഷയില്ല. നമുക്ക് ഒരു നിമിഷം പോലും നമുക്ക് നിൽക്കാൻ പറ്റില്ല, വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുവരെ നമ്മൾ അതിനകത്ത് കറങ്ങി തിരിഞ്ഞ് വെറുതെ സമയം പാഴാക്കി ഇങ്ങനെ നടക്കും. വണ്ടിയിലോട്ട് കയറിയാൽ പിന്നെ തിരക്കാണ്. അതാണ് അതിൻ്റെ കുട്ടൻസാണ് നമുക്ക് പിടികിട്ടാത്തത്. അങ്ങനെ കുറേ മനുഷ്യർ പിന്നെ സ്പീഡിൽ പോകണമെന്ന് എന്തോ നിയമമുള്ള പോലെയോ എന്തൊക്കെയോ ആണ്. അതും പ്രത്യേകിച്ച് ഇതുപോലത്തെ ഇടവഴികളിലൂടെയാണ് കൂടുതൽ സ്പീഡിൽ പോകണത് കേട്ടോ. സ്പീഡിൽ ഒരു കാരണവശാലും പോകാം. പ്രത്യേകിച്ച് ഈ റോഡ് ഒട്ടും ശരിയല്ലാത്ത റോഡാണ്. ഇവിടെ പൊതുവെ ആളുകൾ നട റോട്ടിൽ കൂടി നടക്കാറുള്ളൂ. ഇന്നിപ്പോൾ തിരക്ക് കുറവാണ്. അല്ലാന്നുണ്ടെങ്കിൽ വൈകിട്ടൊക്കെ ആണെങ്കിൽ ആളുകൾ നട റോട്ടിൽ കൂടി ആയിരിക്കും പോണത്. അങ്ങനെയാണെങ്കിൽ ഇവന്മാർ തല്ലുകൊണ്ട് പണി പാടും ഈ പോകുന്നവനൊക്കെ. അപ്പോൾ ഇതാണ് പുറകിൽ വന്നിട്ട് ഈ ഹോണടി നമ്മൾ ഒതുങ്ങി ആ എന്താ പറയുക ആ മണ്ണിൽ കൂടി പോകണം. നമുക്ക് റോഡ് ഉപയോഗിക്കാൻ പാടില്ല. ഇതാണ് മറ്റു വാഹനങ്ങളുടെയൊക്കെ ഒരു കാഴ്ചപ്പാട്. ഓക്കെ, അതൊക്കെ പറഞ്ഞു വരുന്ന സമയം ആ പോകണമല്ല ഒരു കാര്യമില്ല. സത്യത്തിൽ ഒന്നാമത് നാട്ടുകാരെ കേൾപ്പിക്കാനാണ് അവൻ ആ ശബ്ദം ഉണ്ടാക്കി പോകണത്. അവൻ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നെന്ന് തുടങ്ങി ഇവൻ വണ്ടി ഓഫ് ചെയ്യുന്ന വരെ ഈ ശബ്ദശല്യം സഹിച്ചാണ് അവൻ വണ്ടി ഓടിക്കുന്നത്. സ്വയം വിട്ടി എന്നല്ല എന്താ വിളിക്കേണ്ടത്, വേറെ ഒന്നും വിളിക്കാനില്ല അല്ലേ. സ്വയം വിട്ടിയാണ് പോയത്. അതിൻ്റെ എങ്ങനെ ഇരിക്കണമെന്ന് വെച്ചാൽ കണ്ണ് വീഴ്ചയിരിക്കണമെന്നാണ്. അതേ രസം. കാരണം വെച്ചാൽ കണ്ണ് വീഴ്ചയില്ല എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണ്ടേ. കാര്യവന്മാർ വലിയ ആക്സിഡൻസ് ഒന്നും ഉണ്ടാക്കാറില്ല. ഏതൊരു ജംഗ്ഷൻ കഴിഞ്ഞു മംഗലം എന്ന് പറയുന്ന സ്ഥലമാണേ. മൺകലമല്ല, മംഗലം. ചെറിയ പൊഴി പാലമാണത്. അപ്പോൾ ഈ നിൽക്കുന്നത് ചെറിയ പൊഴി പാലം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഉണ്ടോ ഇവിടെ ഒരു ചെറിയൊരു തോടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല പച്ചപ്പും കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അവിടെ ഒരു പശുക്കിടാവ് ഉണ്ട്. കാളാവല്ല, തള്ളയാണെന്ന് തോന്നുന്നത്. ആ പച്ചപ്പിലൊരു പശുവൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം അല്ലേ. എനിക്ക് നല്ല രസമല്ലേ. പക്ഷേ ഇത് ഇവിടെ കണ്ടോ നോക്കി സൂക്ഷിച്ച് കണ്ടോ. ഈ വേസ്റ്റ് അതിനകത്തില്ലായിരുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നിരഞ്ഞിറഞ്ഞ് കിടക്കാം വേസ്റ്റുകൾ. ഈ വേസ്റ്റൊന്നും ഇതിനകത്തില്ലായിരുന്നുണ്ടെങ്കിൽ ഒരു വിദേശ ക്വാളിറ്റിയിൽ നമുക്ക് നമ്മുടെ നാട് ആക്കായിരുന്നില്ലേ ഇല്ലേ. എന്നിട്ട് നമ്മൾ അഭിമാനത്തോടെ ജീവിച്ചൂടെ. നമ്മുടെ നാടും ഒരു വിദേശ ക്വാളിറ്റി ഉണ്ടെന്ന് എന്തുകൊണ്ടത് സാധിക്കണില്ല നമുക്ക് മനസ്സിലാവണില്ല. ഇത്തവണത്തെ ഞങ്ങളുടെ റൈഡ്
വേസ്റ്റ് ആയിരിക്കും പ്രധാന വിഷയം കേട്ടോ. വേസ്റ്റിനെ കുറിച്ചായിരിക്കും. ഇത്തരം വേസ്റ്റുകൾ ഇത്തരം പബ്ലിക് പ്ലേസുകളിൽ വേസ്റ്റ് ഇടുന്നതിനെ കുറിച്ചായിരിക്കും കൂടുതലും നമ്മളുടെ ഇത്. അതുകൊണ്ട് ഒന്നും തോന്നരുത്. ഓക്കെ. എൻ്റെ വിദേശികൾ സ്കൂട്ടറിന് പോകണ്ടേ, അപ്പോൾ ഒന്ന് സ്കൂട്ടറിന് പോകുന്ന വിദേശികളാണ്. ഇത് കാഞ്ഞിരംചിറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ആലപ്പുഴയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയൊക്കെ കഴിഞ്ഞെന്ന് തോന്നാം. അതൊക്കെ കഴിയല്ല. ആലപ്പുഴ തന്നെയാണിത്. ആലപ്പുഴയിൽ കാഞ്ഞിരംചിറ അവിടെ ക്രോസ് ഒരു അണ്ടർപാസ് കാണുന്നുണ്ട്. ഒരു ഓവർബ്രിഡ്ജ് ഫ്ലൈ ഓവർ എന്ന് പറയാൻ പറ്റും, അണ്ടർപാസ് എന്ന് പറയാൻ പറ്റും. ഇവിടെയൊക്കെ പഴയ കടമുറികളല്ലേ, അല്ലേ? ആ ഭാഗത്ത് മുഴുവൻ അങ്ങനത്തെ ഉണ്ട്. നമുക്കൊന്ന് ഷൂട്ട് ചെയ്തിട്ട് പോവാം. ഇതൊക്കെ ഇനി പൊളിക്കും. ഇത് കാഞ്ഞിരംചിറ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആലപ്പുഴയിലേക്കാണ്. കാഞ്ഞിരംചിറ കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട്. ഇവിടെ കുറേ പഴയ ബിൽഡിങ്ങുകളൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ്. അല്ലേ, ആയുർവേദ ഫാർമസി അങ്ങനെയൊക്കെ ഉണ്ട്. ലക്ഷ്മീസ് ചെമ്പഴന്തി സ്റ്റോഴ്സ്. അപ്പോൾ ആ ഒരു പേരിൻ്റെ ഇത് എന്തിനാണ് അവന്മാർക്ക് വെച്ചുണ്ടാക്കി പോകുന്നത്? ആ പേര് തന്നെ കേട്ടോ. അതൊക്കെയാണ് ആ ഒരു കാലഘട്ടം മനസ്സിലുണ്ട്. അപ്പോൾ അതിൻ്റെ പുറകെ ആ മുകളിലൊരു ബിൽഡിംഗ് കേട്ടോ, അത് ഏകദേശം പഴയ കാലത്തെ ഉണ്ടോ. അതിപ്പോൾ പാർട്ടി ഓഫീസാണെന്ന് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. ഏതായാലും അതിൻ്റെ അകത്തുണ്ടോയെന്ന് അറിയില്ല, നോക്കാം. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. 66 ഈ വഴിയാണ് വരുന്നത് കേട്ടോ. നമ്മളതിനെ ക്രോസ് ചെയ്താണ് പോണത്. വേണ്ട, അങ്ങോട്ടാണ് പോണത്. 66 തോന്നുന്നു. അല്ലാതെ ഇങ്ങനൊരു പാലം ഇവിടെ വരേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. നമുക്ക് ഇതിൻ്റെ അടിയിൽ കൂടി പോകണം. ഓക്കെ, നമ്മളങ്ങനെ വന്നത് തീരദേശ റോഡ്. ഇവിടെ ഒരു ജംഗ്ഷനാണ്. നമ്മളിപ്പോൾ എവിടെ പോകണമെന്ന് പറയാൻ പറ്റില്ല. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഈ കുട്ടനാട് ഭാഗത്തേക്കൊക്കെ പോകാം. ആലപ്പുഴ കുട്ടനാട്. ആ, അങ്ങോട്ടാണ് പോകണ്ടേ? ഓ, ആഴ്ച എത്ര ദൂരം ഉണ്ടാവും? എവിടെ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയില്ല, കുട്ടനാട് ആ 4 കിലോമീറ്റർ ഉള്ളൂ. അങ്ങോട്ട് പോകണം. എങ്ങോട്ടോ? ബീച്ച്. ബീച്ചാണല്ലേ. ഓക്കെ, താങ്ക് യു. ഒരു കനാലും സൈഡിലേക്ക് കൂടിയൊക്കെ ധാരാളം വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഉച്ചനേരമുണ്ട്. എൻ്റെ കല്യാണം പ്രോഗ്രാമിൽ നടക്കുന്നു. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇന്ന് വ്യാഴാഴ്ച കൊണ്ട് ഇവിടെ ഒരു പാലമൊക്കെ ഉണ്ടല്ലോ. പാലം കയറി അങ്ങോട്ട് പോയിട്ട് എന്തായാലും ഇല്ല. ഒരു ട്രെയിനൊക്കെ ഇട്ട്, പക്ഷെ അത് യാത്രയെ പറ്റുന്നില്ല. ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു കനാലൊക്കെ ഉണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നതായിരിക്കണം. ഇവിടെ പഴയ മരങ്ങളും കാര്യങ്ങളൊക്കെ കുറേ കൊണ്ടുവന്ന് കൂട്ടിയിട്ടുണ്ട്. പഴയ മരം കണ്ടിരിക്കട്ടോ. ആലപ്പുഴ കനാൽ ടൂറിസം ആണെന്നറിയില്ല. അവിടെ കനാൽ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. സൈഡിൽ
നടവഴിയുണ്ട്. പക്ഷെ അവരെങ്ങനെ വന്നിരുന്നില്ല, സ്റ്റെപ്പ് വഴിയാണ്. അത് പോവാം. $4 കിലോമീറ്റർ എന്നാണ് പറഞ്ഞത്. എന്തായാലും നോക്കാം നമുക്ക്. കനാലിൻ്റെ സൈഡിലൊക്കെ നല്ല വൃത്തിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാമല്ലോ നമുക്ക്. ഇവിടെ നിന്ന് നോക്കിയിട്ടാണ് ഒരു പടവൊക്കെ ഉണ്ട്. നമുക്ക് ഭക്ഷണം വേണമെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കാം അല്ലേ? അത് വേണമെങ്കിൽ കഴിക്കാം കേട്ടോ.